ഹലോ ഫ്രണ്ട്സ്, സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ഭംഗി ആസ്വദിക്കാനെങ്ങാണ്ടും അതിൻ്റെ മുകളിൽ നമ്മുടെ മൗഗ്ലിക്കുട്ടനൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷീറ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇന്ന് അടിക്കും, നാളെ മതിലുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ അത് അടിക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചക്കകളൊക്കെ ഇന്ന് രാവിലെ തന്നെ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കുളി കഴിഞ്ഞ് നമ്മുടെ നിക്കുമോനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ മഴയുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് കുട പിടിച്ചും ആകെ ഒരു അറപ്പും വെറുപ്പോട് കൂടിയിട്ട് വേണം മുറ്റത്തേക്ക് ഇറങ്ങാനായിട്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നല്ല ഉഷാറുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നിക്കുമോൻ ഭയങ്കര സന്തോഷത്തിലാണ് ചാടി ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പം ഇനി അവൻ്റെ പാത്രത്തിൽ നമുക്ക് കുറച്ച് അരിയിട്ട് കൊടുക്കാം കേട്ടോ. നിക്കുവിന് മാത്രമാണ് അരി ഇത്രത്തോളം ഇഷ്ടമുള്ളത് കേട്ടോ. ഇപ്പോൾ അല്ലിക്ക് കുങ്കിക്കൊക്കെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം തന്നെയൊന്നും അവർ തിന്നൊന്നുമില്ല കേട്ടോ. അവർക്ക് അങ്ങനെയില്ല. പക്ഷേ നമ്മുടെ നിക്കുമോന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിക്കു അരി കൊത്തി തിന്നുമ്പോൾ നമ്മുടെ മൗഗ്ലിക്കുട്ടനെ അവിടേക്ക് വരും കേട്ടോ. ഇത്ര നേരം അവൻ മതിലിൻ്റെ മുകളിൽ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവനാണെങ്കിലും അരി തിന്നാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അരി തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിത്തം വരും എന്നൊക്കെ പണ്ടുള്ളവർ പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിക്കു തിന്നിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ഇവന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ അവൻ എപ്പോഴെങ്കിലും അരി തിന്നുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഓടിക്കും കേട്ടോ അവനെ. നിക്കു ആണെങ്കിൽ മൗഗ്ലിനെ മൈൻഡ് ചെയ്യേയില്ല. കാരണം നിക്കു ഫുള്ള് അരി തിന്നതിന് ശേഷമാണ് മൗഗ്ലിനെയൊക്കെ നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് അരി ഇട്ട് കൊടുക്കുമ്പോൾ നിക്കു അകലെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഓടി വന്ന് മൗഗ്ലി തിന്നാനായിട്ട് നോക്കും. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിക്കു മോനെ ഓടി വരും കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും പറ്റിയില്ല. മൗഗ്ലിയാണ് സെക്കൻഡ് വന്നത്. അതുകൊണ്ട് അടുത്തെത്താനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവനെ എടുത്തു കഴിഞ്ഞിട്ട് നെല്ലിപ്പുളി മരത്തിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചതാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ മുകളിലേക്ക് കയറി പോകും കേട്ടോ. പക്ഷെ ഇന്ന് ആൾക്ക് കയറണ്ട, ആൾ താഴത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ജോലികളിലേക്കൊക്കെ കടക്കണ്ടേ. അപ്പോൾ എന്തായാലും നമ്മുടെ നിക്കുമോനും അരിയും കുങ്കിയും ഒക്കെ അരിയൊക്കെ കുത്തി തിന്നട്ടെ കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് പൂക്കോട്ടയൊക്കെ എടുത്തും കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചെത്തിപ്പൂക്കൾ ആണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ധാരാളം ചെത്തിപ്പൂക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ പതിയാരി ക്ഷേത്രത്തിലേക്ക് മാല കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കാണ് കേട്ടോ. അപ്പോൾ ഇനി അവർക്ക് എത്താത്തതും പിന്നെ ആ മറവിലൊക്കെ നിൽക്കുന്ന സ്ഥലത്തൊക്കെയാണ് കുറച്ച് ചെത്തിപ്പൂക്കളുള്ളത് കേട്ടോ. ചെത്തിപ്പൂവും പിന്നെ മുല്ലപ്പൂവും നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ പൂക്കളൊക്കെ പറിച്ച് ഭഗവാനൊക്കെ വെച്ച് കുറച്ച് സമയം നാമൊക്കെ ചൊല്ലിയതിന് ശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അപ്പോൾ അത് ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. എന്തോ ഒരു മിസ്സിങ് ആണ്. ദൈവമേ, ദൈവത്തിനൊരു പൂ പോലും പറിച്ച് വെച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്കങ്ങനെ തോന്നും കേട്ടോ. ഓരോ ദിവസവും നമ്മളിങ്ങനെ ഉണർന്ന് എഴുന്നേറ്റ് ആക്റ്റീവായിട്ട് നടക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് അല്ലേ. നമുക്കറിയില്ല ഉറങ്ങാൻ പോകുമ്പോൾ നാളെ എഴുന്നേൽക്കോ എന്നൊന്നും അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ കുറച്ച് സമയമെങ്കിലും ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നതും നാമം ചൊല്ലുന്നതൊക്കെ വളരെ നല്ലതായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ, ഇന്നലെ ഞങ്ങൾക്ക് ഒരു ബന്ധു മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൃപ്രയാറ് ആണ് അവരുടെ വീടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഫോൺ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനങ്ങനെ തനിയെ അത്ര ദൂരെയൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ തൃശ്ശൂർ, ഗുരുവായൂർ അങ്ങനെയൊക്കെ പോകാനൊക്കെ എനിക്ക് നല്ല മിടുക്കാണ് കേട്ടോ. അതൊക്കെ എനിക്ക് അറിയുന്ന വഴികളാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാറിലാണ് അത്ര ദൂരമൊക്കെ പോവാറുള്ളൂ കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിൽ ഇല്ല. ആ ഒരു സമയത്താണ് അങ്ങനെ ഫോൺ വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിട്ട് പോകണ്ടയോ, പോകേണ്ടത് തന്നെയാണ്. പക്ഷേ പോകാനായിട്ട് പറ്റുമോ, അതിനുള്ള ധൈര്യം ഉണ്ടോ, എനിക്കറിയാവോ, 3 ബസ്സൊക്കെ മാറി കയറണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ടെൻഷനൊക്കെ തോന്നിയിട്ടോ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് ആ വീട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഭഗവാൻ നോക്കിക്കോളും, ഞാൻ അങ്ങോട്ട് ധൈര്യമായിട്ട് പോവന്നെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മനസ്സുകൊണ്ട് ശക്തിപ്പെടുത്തി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഫ്യൂണറിന് മുന്നായിട്ട് അവിടെ എത്താനായിട്ടൊക്കെ സാധിച്ചു കേട്ടോ. അങ്ങനെ ബന്ധുവാകുമ്പോൾ നമ്മൾ പോകൊക്കെ വേണ്ടേ, നമ്മൾ സന്തോഷങ്ങളിൽ മാത്രം പങ്കുചേർന്നാൽ പോരാ അല്ലേ. ആപത്തുകളും വിഷമങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ എത്തിച്ചേരാനായിട്ട് നോക്കണം. ഇനി അത്ര പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് വിട്ടുകളയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളിപ്പോൾ സ്ഥലത്തില്ലാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ പോകാനൊന്നും പറ്റിയെന്ന് വലിയ ദൂരെയൊക്കെ ആണെങ്കിൽ. ഇതിപ്പോൾ നമുക്ക് ഒരു ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ എത്താനായിട്ട് പറ്റുകയും ചെയ്യും. അങ്ങനെ ഞാൻ ശ്രീരാമസ്വാമിയൊക്കെ വിചാരിച്ചാണ് കേട്ടോ ഇന്നലെ അവിടെ എത്തിയത്. ഒരു ആപത്തും ഇല്ലാണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട്, ബസ്സൊന്നും മാറിപ്പോവാതെ അങ്ങനെയൊക്കെ അവിടെ എത്തുന്നവരെ എന്നെ കാത്തോളണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. എല്ലാം നല്ല രീതിക്ക് തന്നെ ടൈം
ടൈമിന് തന്നെ നമുക്ക് എത്താനും അതിലൊക്കെ പങ്കുചേരാനായിട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു കേട്ടോ, നമ്മൾ തനിച്ചുള്ളപ്പോൾ നമുക്ക് നല്ല ധൈര്യമൊക്കെ വരും. നമുക്ക് ചിലർക്കെന്ന് പറഞ്ഞാൽ തനിച്ചാവും ഭയങ്കര ഭയമാണ് തോന്നുക. അപ്പോൾ ആദ്യം മനസ്സിലേക്ക് നമുക്ക് വരാൻ ഭയം തന്നെയായിരിക്കും. പിന്നെ നമ്മൾ വിചാരിക്കും ഞാൻ തനിയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്കിത് ചെയ്തേ പറ്റൂ, എനിക്ക് പോയേ പറ്റൂ, അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കൊരു ധൈര്യമൊക്കെ അങ്ങോട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ പറയില്ലേ, ഇപ്പോൾ ചിലരൊക്കെ അവർക്ക് നല്ല തൻ്റേടാണ്, അവരെല്ലാ കാര്യങ്ങളും ചെയ്യും എന്നൊക്കെ പറയൂലേ. അപ്പോൾ ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യനെ അങ്ങനെ നല്ല തൻ്റേടമുള്ളവരാക്കിയിട്ട് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ചിലർ വിചാരിക്കുക അവർക്ക് ഭർത്താവുണ്ട് അല്ലെങ്കിൽ മക്കളുണ്ട്, അവരുടെ ആ ഒരു പവർ കൊണ്ടാണ് അവർ അങ്ങനെ നടക്കുന്നത് ഇങ്ങനെ നടക്കുന്നതെന്ന്. അങ്ങനെയൊന്നല്ല കേട്ടോ. ആരുമില്ലാത്തവർക്കും നല്ലൊരു ധൈര്യം ഉണ്ടായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തനിയേ ഉള്ളൂ, അതൊക്കെ നടത്തിയേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റൂ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവോ മക്കളൊക്കെ ആയിരിക്കും ഇങ്ങനെ ഭാര്യയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കുക. അങ്ങനെ അവരൊന്നും സ്ഥലത്തില്ലാതാകുമ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാനുള്ള തൻ്റെ ഇടമൊന്നും ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാത്തിനും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത് അല്ലേ. നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ബോൾഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ കാര്യങ്ങളിലും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹസ്ബൻഡ് നോക്കിക്കോളും. ഞാൻ ആ ഭാഗത്തേക്കേ നോക്കാറില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഷോപ്പിംഗ് ആണെങ്കിൽ ആൾ വാങ്ങിക്കൊണ്ട് വരുമെല്ലാം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ഹസ്ബൻഡ് സ്ഥലത്തില്ലാതിരിക്കുകയോ ആരും വാങ്ങിക്കൊണ്ട് വരാൻ ഇല്ലാതിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ഒരു അവസരങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാകെ പകച്ചു പോകില്ലേ. അപ്പോൾ എല്ലാ സാഹചര്യത്തിലും ജീവിക്കാനായിട്ട് നമ്മൾ മനുഷ്യന്മാർ ശ്രമിക്കണം. അപ്പോൾ കഴിയുന്നതും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് തനിയെ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാനായിട്ട് പോയി വാങ്ങിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല, അങ്ങനെയൊന്നും മനസ്സിനെ പഠിപ്പിച്ച് വെക്കാതെ എന്തുകൊണ്ട് നമുക്കും ചെയ്യാൻ പറ്റില്ല, നമുക്കും വാങ്ങണം, നമുക്കും പോകണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിനെ പഠിപ്പിച്ച് വെക്കണം കേട്ടോ. അങ്ങനെ തൻ്റെ ഇടത്തോടു കൂടി നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയാനുള്ളൊരു തൻ്റെ ഇടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൻ്റെ ഇടമൊക്കെ എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയേ അകലേക്കൊക്കെ പോവുക, ആദ്യമായിട്ട് ഇങ്ങനെ പോവുക, ഇങ്ങനെ ദൈവമേ എന്നൊക്കെ വിചാരിച്ച് മനസ്സിനെയൊക്കെ ശക്തിപ്പെടുത്തി പോയി വന്നതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ആർക്കായാലും ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ധൈര്യമൊക്കെ കിട്ടണം കേട്ടോ. നമ്മളപ്പോൾ ദൈവത്തിന് വിചാരിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിലും ഒരു ചൊല്ലുണ്ടല്ലേ, ആരും ഇല്ലാത്തവർക്ക് ദൈവമാണ് തുണാന്ന്. അപ്പോൾ അതൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ധൈര്യപ്പെട്ടും കഴിഞ്ഞിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ പഴം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പുമാവ് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. അപ്പോൾ രമേശ് ചേട്ടൻ ഉണ്ടാക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും കേട്ടോ. അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ കോഴിക്കോടിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ പ്രാവുകളുടെ എന്താ പറയുന്നത്, എന്തുമാത്രം പ്രാവുകളാണ് ഇവിടേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്ത് കഴിക്കാനാണെന്ന് എനിക്കറിയില്ല. നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് ഒരുപാട് പ്രാവുകളെയൊക്കെ ഞാൻ കാണാറ് കേട്ടോ. ഇത് അത്രമാത്രം പ്രാവുകളാണ് നമ്മുടെ വീട്ടിലിങ്ങനെ വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കിയിരുന്നപ്പോഴേക്കും കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ പരിപ്പാണ് വെച്ചിരുന്നത് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വേവിക്കാം കേട്ടോ. അതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ വെണ്ടയ്ക്ക ചേർക്കുള്ളൂ കേട്ടോ. ഇപ്പോഴൊന്നും ഈ കഷ്ണത്തോടൊപ്പം വെണ്ടയ്ക്കൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ മറ്റ് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഇത് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മൺകലത്തിലേക്ക് പകർത്തി കഴിഞ്ഞിട്ടാണ് ഈ കഷ്ണങ്ങളും പരിപ്പും ഒക്കെ ഇതിലേക്ക് അങ്ങോട്ട് പകർത്തും. അതിന് ശേഷം വെണ്ടയ്ക്കും അതിലിട്ടു കേട്ടോ. പിന്നെ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ സാമ്പാർ പൊടി, കായപ്പൊടി ഇതൊക്കെ വറുത്തും കഴിഞ്ഞിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇടും കേട്ടോ. അങ്ങനെ കഷ്ണങ്ങൾ ഇതും കൂടി ഒന്ന് തിളച്ചൊക്കെ വരുന്ന സമയത്ത് പുളിവെള്ളം ഒഴിക്കും, ഒരു ലേശ ശർക്കരയും ചേർക്കും കേട്ടോ. പിന്നെ അവസാനം ഉലുവയും കടുകും കൂടി പൊട്ടിച്ചങ്ങോട്ട് ഇടും, വേപ്പിലയിടും, മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി സാമ്പാറായിരിക്കും കേട്ടോ. സാമ്പാർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പപ്പടം ഉണ്ടാകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാമ്പാറും പപ്പടവും അതുപോലെ തന്നെ ഒരു ഉപ്പേരിക്കറിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കറികൾ അങ്ങനെയൊന്നും നമുക്ക് മുഴുവനാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ കറികൾ 2 കൂട്ടം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സാമ്പാറായി, മറ്റ് കറികളൊക്കെ ആയി. ഇനി പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസലായിട്ടാണ്. മാങ്ങാച്ചാറ് നമ്മൾ മുൻപ് ഇട്ടത് കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറും ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ കറികൾ
കുട്ടികൾക്കിടയിലൂടെ ഒക്കെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല രസമാണല്ലോ. അങ്ങനെ ആ പൊടികളൊക്കെ നല്ല പോലെ മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ലേശം കായപ്പൊടിയും കൂടി ഇതിലിടും കേട്ടോ. കായപ്പൊടി ഇതിലിട്ട് ചൂടാക്കണം എന്നൊന്നുമില്ല, പക്ഷെ അങ്ങനെ ആക്കിയാലും നല്ല സ്മെല്ലായിരിക്കും അതിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഈ കഷ്ണങ്ങളിലേക്ക് അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലാണല്ലോ വെക്കാൻ. ഞാൻ തന്നെ പല രീതിയിൽ സാമ്പാർ വെക്കാറുണ്ട് കേട്ടോ. നമ്മൾ വറുത്തരച്ചൊക്കെ സാമ്പാറൊക്കെ വെക്കും കേട്ടോ. അതുപോലെ ചുവന്നുള്ളി ഇട്ടിട്ടുള്ള ഉള്ളി സാമ്പാറും വെക്കും കേട്ടോ. അപ്പോൾ സാമ്പാർ എങ്ങനെ വെച്ചാലും നല്ല രസമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റി മറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ പലതരത്തിൽ നമ്മൾ വെച്ചുണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് കുറുതായി വരട്ടെ, ലേശം ശർക്കരയും നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരിടുന്ന കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കമൻസൊക്കെ ഇടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.